നായർക്ക്. ശ്രീ രാജ്മോഹൻ, കരയോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ, NSSൻ്റെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു കരയോഗം ഒരു പ്രതികരണം നടത്തുക, പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയരുന്ന സാഹചര്യം ഉണ്ടാവുക. ഇന്ന് പക്ഷേ പെരുന്നയിൽ ചേർന്ന NSSൻ്റെ പ്രതിനിധി സഭയിലെ 300 അംഗങ്ങളും പൂർണ്ണ പിന്തുണയാണ് ഈ വിഷയത്തിൽ ജി സുകുമാരൻ നായർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതടക്കമുള്ള കരയോഗങ്ങളുടെ പ്രതികരണം ഒറ്റപ്പെട്ട പ്രതികരണം മാത്രമാണോ? നിങ്ങളുടെ പ്രതികരണത്തിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ, ശ്രീ രാജ്മോഹൻ? ഗുഡ് ഈവനിങ് ഡോക്ടർ അരുൺ. ആക്ച്വലി നമുക്കിതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയ താല്പര്യങ്ങളും ഇല്ല. നമ്മുടെ നിലപാട് കൃത്യമാണ്. എല്ലാവരും നിലപാടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ നിലപാട് കൃത്യമായിട്ട് പറയാം. ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രേരിതമൊന്നുമല്ല. കാരണം ഈ യുവതീ പ്രവേശന വിഷയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായരുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച് സർക്കുലർ ഉണ്ടായിരുന്നു എല്ലാ കരയോഗങ്ങൾക്കും നാമജപ ഘോഷയാത്ര നടത്തണമെന്നും അയ്യപ്പ ഭക്തന് ആയ എല്ലാവരും തന്നെ ഇതിന് കൂടെ നിൽക്കണമെന്നുള്ള സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലർ പ്രകാരം ഞാൻ നമ്മുടെ മേഖലയിലുള്ള കരയോഗങ്ങളെയെല്ലാം സംയോജിപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഒരുപാട് പീഡനം അനുഭവിച്ചൊരു വ്യക്തിയാണ്. അപ്പം നമ്മുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ പറയുന്ന അനുസരിച്ച് നമ്മൾ ഇറങ്ങുകയും നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ ഇറക്കുകയും അങ്ങനെ ഒരു പരിപാടി നടത്തുകയും ചെയ്യുമ്പം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചൊരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നമ്പർ 1, അതായത് അന്ന് ഈ സംഭവം നടക്കുന്ന അന്ന് തന്നെ ഞങ്ങളുടെ കരയോഗത്തിൽ, അതായത് ഞാൻ പ്രസിഡൻ്റായിരിക്കുന്ന കരയോഗത്തിന് നേരെ അതിഭീകരമായ കല്ലേറുണ്ടായി. ജനലുകൾ എറിഞ്ഞു പൊട്ടിച്ചു, ഓടുകൾ തല്ലി തകർത്തു. അങ്ങനെ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും അതിനുശേഷം ഇതെല്ലാം ചെയ്തത് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായ ഞാൻ തന്നെയാണെന്ന് ഈ പാർട്ടിക്കാർ ഇവിടെ എല്ലാം എഴുതി ഒട്ടിക്കുകയും അങ്ങനെ എന്നെ വ്യക്തിഹത്യ ചെയ്യുകയും അതിനുശേഷം നിരവധിയായ കേസുകൾ, അത് നമ്മളെ വിശ്വസിച്ച് വന്നവരുടെ പേരിൽ നിരവധിയായ കേസുകൾ, ഇത്തരം സാഹചര്യങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നും ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതായത് ഇന്നലെ വരെ നമ്മളൊരു സ്റ്റാൻഡ്, അതായത് ഒരു നിലപാട് എന്ന് പറയുന്നത് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ തന്നെ താങ്കൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ ശരി ദൂരമോ സമദൂരമോ ഇനി വേറെ ഏതെങ്കിലും പുതിയ ടെർമിനോളജിയിലുള്ള ദൂരമോ എന്ത് വേണമെങ്കിലാകാം, അതിനൊന്നും നമുക്ക് യാതൊരുവിധ വിരോധങ്ങളുമില്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഭക്തന്മാരോട് ആത്മാർത്ഥമായ മൊത്തത്തിലുള്ള വികാരമാണോ, അതല്ല ഈ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ച് അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിട്ട് രാജ്മോഹൻ എന്ന ഒരു വ്യക്തിയുടെ മാത്രം പ്രതികരണമാണോ അത്? നിലവിൽ രാജ്മോഹൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതികരണമാണ് ഈ തിക്താനുഭവം അനുഭവിച്ചെന്ന രീതിയിൽ. നാളെ ഞങ്ങളുടെ പൊതുയോഗം കൂടുന്നുണ്ട്. ആ പൊതുയോഗത്തിൻ്റെ വിഷയം അവതരിപ്പിച്ച് പൊതുയോഗത്തിൻ്റെ എന്താണോ അഭിപ്രായം. ഇപ്പോൾ ഈ പൊതുയോഗം എന്ന് പറയുമ്പം നിങ്ങൾ ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇതേപോലെ തന്നെ പൊതുയോഗം ചേർന്ന് പൊതുയോഗത്തിൻ്റെ അനുമതിയോടുകൂടി പൊതുയോഗത്തിന് എല്ലാവരുടെയും ഏകകണ്ഠേനമായ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് നാമജപ ഘോഷയാത്രയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ആ പൊതുയോഗത്തിലുള്ള ആൾക്കാരെ അത് ബോധ്യപ്പെടുത്താനും ഇപ്പോൾ എന്തെങ്കിലും നിലപാടുകളിൽ മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ അത് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്താനും ഉള്ള സ്വാഭാവികമായ ബാധ്യത എനിക്കുണ്ട്, ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അത് നാളെ നിങ്ങൾ നടക്കുന്ന പൊതുയോഗത്തിൽ നമ്മൾ ഈ വിഷയം, ഇതിനകത്തുള്ള സംഭവം അവതരിപ്പിക്കുന്നതായിരിക്കും. ശ്രീ രാജ്മോഹൻ, അങ്ങക്ക് ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയോ പാർട്ടിയുടെ സ്ഥാനങ്ങളോ ഉണ്ടോ? നിലവിൽ എനിക്ക് ഒരു പാർട്ടിയുടെയും പിന്തുണയോ ഒരു പാർട്ടിയുടെ യാതൊരു സ്ഥാനങ്ങളോ ഞാൻ വഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയമില്ല. കാര്യം അരുണിനെ ദയവ് ചെയ്ത് ഒരു മിനിറ്റ് കേൾക്കണം. രാഷ്ട്രീയ പിന്തുണയോടുകൂടിയല്ല നമ്മൾ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും കാര്യങ്ങൾ നിലപാടെടുക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ നമ്മുടെ ശ്രീകോവിലിന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയക്കാരുടെയും മന്ത്രിമാരുടെയൊക്കെ ഫ്ലെക്സുകൾ വെച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേരളത്തിൽ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ സത്യാഗ്രഹം വരുന്ന ഫ്ലെക്സുകളെല്ലാം പുറത്തെടുപ്പിച്ചത്, ഹൈക്കോടതിയെ ഇടപെടിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയമോ ആരുടെയും പിന്തുണയോ അല്ല, രണ്ടാമതൊരാൾ പോലും കൂടെ ഇല്ലാതെയാണ് ഞാൻ ചെയ്തത്. കാര്യം എൻ്റെ വിശ്വാസത്തിനകത്ത് എനിക്ക് അടിയുറച്ച നിലപാടുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ മരിക്കുന്നതിന് വരെ ഉറച്ചു നിൽക്കും. ഈ താങ്കളുടെ അഭിപ്രായത്തിൽ ശബരിമല വിഷയത്തിൽ ആരുടേതായിരുന്നു ശരിദൂരം? അത് കോൺഗ്രസിൻ്റെതായിരുന്നോ, BJPയുടേതായിരുന്നോ, CPMൻ്റേതല്ലെങ്കിൽ? യഥാർത്ഥ ശരിദൂരം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടേതായിരുന്നു. ഭക്തന്മാരുടെ അവർക്കാണ് ശരി വേണ്ടത്. രാജ്മോഹന്റെ അഭിപ്രായം CPM അടക്കം ഞാൻ ഭക്തന്മാരെ വഞ്ചിച്ചു എന്നല്ല പറയുന്നത്. ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിൽ നൽകിയിരിക്കുന്ന അഫിഡവിറ്റ് അത് പിൻവലിക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ കേസുകൾ പിൻവലിക്കുവാൻ തയ്യാറായിട്ടില്ല. എന്ത് സമവായമാണ് ഈ സമദൂരത്തിൽ നിന്നും ഈ ഇത്തരമൊരു ദൂരത്തിലേക്ക് മാറുവാൻ വേണ്ടി ജനറൽ സെക്രട്ടറിയെ പ്രേരിപ്പിച്ചതെന്ന് അറിയാനുള്ള ആഗ്രഹമുണ്ട്. കാരണം നമുക്കെന്തെങ്കിലും നിലവിൽ രേഖാമൂലം എന്തെങ്കിലും ഒരു ചെറിയ കടലാസെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് നിലപാട് മാറ്റുന്നു എന്ന് കരയോഗങ്ങളെ, ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥത്തിൽ അടിത്തറയിലുള്ളത് അണികളെന്ന് പറയുന്നത് കരയോഗങ്ങളാണ്. അപ്പം നേതാക്കന്മാർ പറയുന്നത് അതേപടി ശിരസ വഹിച്ച് പ്രവർത്തിക്കുന്ന അണികളെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് നേതാക്കന്മാരുടെ അടിസ്ഥാന ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാതെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സർക്കുലർ ഓരോ കരയോഗങ്ങൾക്കും നൽകേണ്ടതായിരുന്നു. നമ്മളിങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്താൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് കരയോഗങ്ങൾ ആരാണ്? കാരണം നിങ്ങൾ ആവശ്യം വരുമ്പം പറഞ്ഞനുസരിച്ച് ഇറങ്ങിയവരാണ് ഞങ്ങൾ. ഇതാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ നമുക്ക് ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലാതെ ബി ജെ പിയുടേതാണോ CPM-ന്റേത്, അല്ലെങ്കിൽ ഇതിലേറെക്കുറെ ആത്മാർത്ഥമായ നിലപാട് രാജ്മോഹന്റെ അഭിപ്രായത്തിൽ? ഞാൻ പറയുന്നത് ഇതിനകത്ത് രണ്ട് കൂട്ടർക്കും യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. CPM-ന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. CPM ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നല്ല, CPM ഞങ്ങളെ ദ്രോഹിച്ചു. പക്ഷേ ബാക്കി രണ്ട് പാർട്ടികളും ഞങ്ങളെ ഭക്തന്മാരെ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമായ ഭക്തന്മാർക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ മറ്റു രണ്ടുപേർക്കും കഴിഞ്ഞിട്ടുമില്ല. CPM ആണെങ്കിൽ ദ്രോഹിക കൂടി ചെയ്തു. അതാണ് അതിനകത്തെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അതിൽ ഏതെങ്കിലും രാഷ്ട്രീയ പിന്തുണ ഇല്ല രാജ്മോഹൻ എന്നുള്ളതാണ്. ശരി, അങ്ങനെ നിൽക്കുന്ന ആളോട് നമ്മൾ എന്തിന്? മനസ്സിലായി. അങ്ങയുടെ ആർഗ്യുമെന്റ് വളരെ ക്ലിയർ ആണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു. Debate with Dr. Arun Kumar.